തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്ന് CK വിജയൻ. വിജയൻ, ശക്തമായ അപ്രതീക്ഷിത മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ വടക്കേ മലബാറിൽ ആകെയുണ്ട്. ഉറച്ച CPM-ന്റെ സീറ്റുകൾ പോലും ഇത്തവണ കടുത്ത മത്സരത്തിലേക്ക് പോകുന്നു. അഴീക്കോടും കൂത്തുപറമ്പും ഇഞ്ചോടിഞ്ച് മത്സരമാണ്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സവിശേഷമായ മത്സരം നടക്കുന്നു. കാസർഗോഡ് ജില്ലയെടുത്താൽ തൃക്കരിപ്പൂരും ഉദുമയും പോലും വളരെ ശക്തമായ മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ ഈസി വാക്ക് ഓവർ അല്ല ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ. അതേസമയം തന്നെ UDF-ൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവിന് മലബാറിലെ പല മണ്ഡലങ്ങളിലും, ഇപ്പോൾ കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരുങ്ങുകയാണ്. എന്താണ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയുള്ള അന്തിമ കണക്കുകൂട്ടലുകൾ? കോട്ടകൾ കാക്കുമോ വീഴുമോ? കണ്ണൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ മത്സരം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ 2026 അതിൻ്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമാത്രം ശക്തമായ മത്സരം കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായി എന്ന് തന്നെ പറയാം. CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാ മണ്ഡലത്തിലും അതിശക്തമായ മത്സരം നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹവും കരുതുന്നത്, പാർട്ടിയും കരുതുന്നത്. പ്രത്യേകിച്ച് സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് അതിശക്തമായ മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞത്. TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി വന്ന സമയം മുതൽ ഒരു ചങ്കിടിപ്പ് സ്വാഭാവികവും LDF കേന്ദ്രത്തിലുണ്ട്. അതോടൊപ്പം തന്നെ എങ്കിൽ കൂടി വോട്ടിൻ്റെ വലിയൊരു ഒരു നിധി അവിടെ ഉണ്ട് എന്ന രീതിയിൽ ഒരു പ്രതീക്ഷ ഇപ്പോഴും തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF വച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ അസാധാരണമായ വിധം ശക്തമായ മത്സരം നടന്നൊരു മണ്ഡലമായി തളിപ്പറമ്പ് മാറിയിട്ടുണ്ട്. പയ്യന്നൂരാണെങ്കിൽ V കുഞ്ഞികൃഷ്ണൻ്റെ വരവോടുകൂടി തളിപ്പറമ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. അതുവരെ LDF-ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ LDF-നും ഇപ്പോൾ സംശയമില്ല. അത് എത്രമാത്രം കുറയും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉറ്റുനോക്കുന്നത്. പിന്നീട് അഴീക്കോട്, കൂത്തുപറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ്. ഈ അഴീക്കോട് മണ്ഡലത്തിലും കൂത്തുപറമ്പ് മണ്ഡലത്തിലും അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട്. വോട്ടുകളുടെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ബലാബലം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും അഴീക്കോടുള്ളത്. LDF-ന് പക്ഷേ കുറച്ചുകൂടി മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് കൂത്തുപറമ്പ്. എങ്കിലും അവിടെ അതിശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അകത്ത് രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വോട്ടെടുപ്പിൽ എന്നും വിപരീതമായ ഫലങ്ങൾ കാണിച്ചിരുന്ന ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ്. പക്ഷേ ഇത്തവണ ആ അഭിപ്രായ അനൈക്യം ഇപ്പോൾ ലീഗിനകത്ത് കൂത്തുപറമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തൽ UDF നടത്തുന്നുണ്ട്. അതുകൊണ്ട് വിജയിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടന്നത് പേരാവൂർ മണ്ഡലത്തിലാണ്. പേരാവൂരിൽ അതിശക്തമായ മത്സരം എന്ന് തന്നെ പറയാം. KK ശൈലജയും അഡ്വക്കേറ്റ് സണ്ണി ജോസഫും തമ്മിലുള്ള മത്സരം. അവിടെയും സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ ഒരു UDF മുൻതൂക്കമുള്ള മണ്ഡലം എന്ന നിലയിൽ UDF-ന് തന്നെയാണ് കൂടുതൽ പ്രതീക്ഷ. പക്ഷേ LDF-ന്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവിടെ ടീച്ചർ വലിയ രീതിയിലുള്ള ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മറ്റും നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ഒരു VIP മണ്ഡലം എന്ന് പറയുന്നത് ധർമ്മടത്താണ്. ധർമ്മടത്ത് 50,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത്തവണ എത്ര ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് കുറയാനുള്ള സാധ്യത പൊതുവിൽ ആ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. അതിശക്തമായ മത്സരം അവിടെയും നടന്നിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ എന്ന ജില്ലയിലെ 11 മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരം നടന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ കണ്ണൂർ അസംബ്ലി മണ്ഡലം മത്സരം കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ ഓരോ മണ്ഡലത്തിലെയും റിസൾട്ട് വളരെ 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 പ്രസക്തമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന 3 വലിയ ഭൂരിപക്ഷങ്ങളും കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു. മട്ടന്നൂരിൽ 60,000-ൽ പരം വോട്ടുകൾക്ക് KK ശൈലജ, അതുപോലെ തന്നെ ധർമ്മടത്ത് 50,000-ൽ പരം വോട്ടുകൾക്ക് പിണറായി വിജയൻ, പയ്യന്നൂരിൽ 49,000-ൽ പരം വോട്ടുകൾക്ക് TI മധുസൂദനൻ. 3 ഹയസ്റ്റ് മാർജിനും കണ്ണൂരിൽ നിന്നായിരുന്നു. പക്ഷേ ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരം പല മണ്ഡലങ്ങളിൽ നടക്കുന്നു. നമ്മുടെ മൊത്തം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നിശ്ചയമായും കണ്ണൂരും ഉണ്ടാകും.